നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചക്കുവള്ള മണക്കരയിൽ വാഹനാപകടത്തിൽ മരിച്ച 17 വയസ്സുകാരൻ ഷാനറ്റ് ഷൈജുവിന്റെ സംസ്കാരം വൈകുന്നു. സംസ്കാരം വൈകാൻ കാരണം ഏജൻസിയുടെ ചതിയിൽപ്പെട്ട മാതാവ് ജിനുവിൻ ഇതുവരെ വിദേശത്ത് നിന്ന് മടങ്ങാനാവാത്തത്. ജിനുവിനെ നാട്ടിലേക്ക് തിരിച്ചെത്തിക്കാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഒന്നും ഫലപ്രാപ്തിയിലെത്തിയിട്ടില്ല. ചിന്നക്കനാൽ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്തു. നടപടി പഞ്ചായത്തിൽ നടപ്പിലാക്കിയ വിവിധ പദ്ധതികളിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന്. കണ്ടെത്തൽ MRPയേക്കാൾ ഉയർന്ന തുകയ്ക്ക് സാധനം വാങ്ങിയതായി ബില്ലുണ്ടാക്കിയെന്ന്. ചതുരംഗപ്പാറയിൽ 60 ലിറ്റർ ചാരായം കണ്ടെത്തിയ കേസിൽ ഒളിവിലായിരുന്ന പ്രതി 10 ലിറ്റർ ചാരായവുമായി പിടിയിൽ. അറസ്റ്റിലായത് ചെമ്മണ്ണാർ സ്വദേശി ചെമ്പേരിൽ ബാബു. കഴിഞ്ഞ ദിവസം 60 ലിറ്റർ ചാരായവും 1000 ലിറ്റർ കോടയും കണ്ടെത്തിയത് ഇയാളുടെ കൂട്ടാളിയായ ചെമ്മണ്ണാർ സ്വദേശി ചുണ്ടങ്ങക്കരയിൽ ബാബുവിന്റെ ഉടമസ്ഥതയിൽ ചതുരംഗപ്പാറയിലുള്ള ഭൂമിയിൽ നിന്ന്. ഭാരതാംബ വിവാദം CPMന്റെ തട്ടിപ്പെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. RSS ഗവർണർമാർക്ക് ചായ സൽക്കാരം നടത്തിയത് മുഖ്യമന്ത്രി. കുടുംബത്തെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി കേരളത്തിന്റെ മതേതര പാരമ്പര്യത്തെ ഹോമിക്കുകയാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ. വിശദമായ വാർത്തകൾ. ചക്കുവള്ള മണക്കരയിൽ വാഹനാപകടത്തിൽ മരിച്ച 17 വയസ്സുകാരൻ ഷാനറ്റ് ഷൈജുവിന്റെ സംസ്കാരം വൈകുന്നു. ഏജൻസിയുടെ ചതിയിൽപ്പെട്ട മാതാവ് ജിനുവിന് ഇതുവരെ വിദേശത്ത് നിന്ന് മടങ്ങാനായിട്ടില്ല. ജിനുവിനെ നാട്ടിലേക്ക് തിരിച്ചെത്തിക്കാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും ഫലപ്രാപ്തിയിലെത്തിയിട്ടില്ല. കഴിഞ്ഞ ചൊവ്വാഴ്ച അണക്കരയ്ക്ക് സമീപം ചെല്ലാർകോവിലിൽ തൊഴിലാളികൾ സഞ്ചരിച്ചിരുന്ന ജീപ്പുമായി കൂട്ടിയിടിച്ചാണ് ഷാനറ്റ് ഷൈജുവും സുഹൃത്ത് അലനും മരിച്ചത്. ഇതിൽ ഷാനറ്റ് ഷൈജുവിന്റെ സംസ്കാരമാണ് വിദേശത്തുള്ള മാതാവ് എത്താത്തതിനെ തുടർന്ന് അനിശ്ചിതത്വത്തിലായിരിക്കുന്നത്. കുവൈറ്റിൽ ഹോം നേഴ്സായി ജോലിക്ക് പോയ ഷാനറ്റിന്റെ മാതാവ് ജിനു ഏജൻസിയുടെ തട്ടിപ്പിനെ തുടർന്നാണ് വിദേശത്ത് കുടുങ്ങിയതെന്ന് ഷാനറ്റിന്റെ പിതാവ് പറയുന്നു. ഇവിടുന്ന് 2.5 മാസം മുമ്പ് ഇവിടുന്ന് പോയതാണ്. അവിടെ പോയിട്ട് ഇവിടുന്ന് ഒരു ഏജൻസിയാണ് പത്തനംതിട്ടുള്ള ഒരു ഏജൻസിയാണ് കൊണ്ടുപോയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് പറഞ്ഞ ഒരു കൊച്ചിനെ നോക്കണമെന്ന് പറഞ്ഞാൽ പോയത്. 40,000 രൂപ ശമ്പളം പറഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു വീട് മൊത്തം നോക്കേണ്ട ഇതവസ്ഥയായി. ഇവിടെ ചെറിയതാണ്, ഒരു 40 കിലോ ഉള്ളൂ. ആ വീട് മൊത്തം നോക്കാൻ പറ്റത്തില്ലാതെ 1 മാസം അവിടെ ജോലി ചെയ്തു. ഇവർ ശമ്പളം കൊടുത്തത് ഇവിടുന്ന് 40,000 രൂപ പറഞ്ഞാണ് പോയത്. അവിടെ ചെന്നപ്പോൾ 27,000 രൂപയാണ് മൊത്തത്തിൽ കൊടുത്തത്. അങ്ങനെ അവിടുന്ന് അവിടെ ചാടിപ്പോയിട്ട് ഏജൻസി വന്നു. ഏജൻസിക്കാർ അവർ പറയുന്നു അവരവിടെ തന്നെ ഒരു 5 ദിവസം അവർ അവിടെ ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ വിളിച്ചിട്ട് പറഞ്ഞു, ഈ പത്തനംതിട്ടുള്ള ഏജൻസിക്കാരൻ വിളിച്ചിട്ട് പറഞ്ഞു, നീ ചുമ്മാ ഇവിടെ കിടന്ന് ശാപ്പാട് വെച്ചിട്ട് കാര്യമില്ല, അടുത്ത വീട്ടിൽ ജോലിക്ക് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് അവൾ ചാടി ഈ മലയാളി അസോസിയേഷൻ അതിനകത്ത് ബന്ധപ്പെട്ട് ഈ ഏജൻസി ഇന്ത്യൻ എംബസിയിലേക്ക് മാറ്റി. ഇന്ത്യൻ എംബസിയിലോട്ട് പോയി അവിടെ ചെന്ന് എംബസിയുടെ കാര്യങ്ങളെല്ലാം പൂർത്തിയായി. കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ട് അല്ലെ ചൊവ്വാഴ്ച ഉച്ചയാകുമ്പോൾ അവിടുത്തെ ശിക്ഷയെല്ലാം കഴിഞ്ഞു പോരാമെന്നുള്ള നിലപാടിലായിരുന്നു. പിന്നെ ഇങ്ങനെ ഇവളുടെ കൂട്ടത്തിൽ തന്നെ മലയാളികളായ 35 പേര് ഇവളുടെ കൂട്ടത്തിൽ തന്നെ മലയാളികളായിട്ട് ഇവളെ ചെന്ന ജയിലിൽ തന്നെ കിടപ്പുണ്ട്. അവരെല്ലാവരും ഈ ഏജൻസിക്കാരിങ്ങനെ പെടുത്തുന്നതുകൊണ്ടാണ്. ജിനുവിനെ തിരിച്ചെത്തിക്കാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഇടുക്കി MP ഡീൻ കുര്യാക്കോസും ഉൾപ്പെടെയുള്ളവർ ശ്രമം നടത്തുന്നുണ്ടെങ്കിലും ജിനുവിന് എന്ന് നാട്ടിലേക്ക് വരാനാകുമെന്നതിൽ വ്യക്തത ഉണ്ടായിട്ടില്ലെന്നും കുടുംബം പറഞ്ഞു. അവിടുത്തെ സാഹചര്യം നമ്മൾ മലയാളി അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അവർ ഇന്നലെ വരെ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഇന്നലെ ആയിട്ട് 2 ദിവസം അവിടെ അവധിയാണ് ഓഫീസുകൾ. അപ്പം ഇന്ന് ഇവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ കയറാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാളെ ഏതെങ്കിലും സാഹചര്യത്തിൽ നടന്നില്ല, നാളത്തെ കഴിഞ്ഞ് വിട്ടുകിട്ടുമെന്നുള്ളൊരു നിലപാടാണ് അവർ ഇതുവരെ പറഞ്ഞിരിക്കുന്നത്. കൃത്യമായ ഒരു തീരുമാനം ഇതുവരെ ആയിട്ടില്ല. കഴിഞ്ഞ 1.5 മാസമായി ജയിലിൽ കഴിഞ്ഞിരുന്ന ജിനു നിലവിൽ ട്രാവൽ ജയിലിൽ ആണെന്നാണ് ലഭിക്കുന്ന വിവരം. ഇസ്രായേൽ ഇറാൻ യുദ്ധവും ട്രാവൽ ജയിലിൽ കോവിഡ് സ്ഥിരീകരിച്ചതും ജിനുവിന്റെ മടങ്ങിവരവിനെ പ്രതികൂലമായി ബാധിച്ചുവെന്നാണ് കുവൈറ്റിലുള്ള മലയാളി അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നത്. മകന്റെ മൃതദേഹം ജിനുവിനെ ഒരു നോക്ക് കാണിച്ച ശേഷം മാത്രമേ സംസ്കരിക്കൂ എന്നാണ് കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 4 ദിവസമായി ഷാനറ്റിന്റെ മൃതദേഹം കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ജിനുവിനെ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ഈ കുടുംബത്തിന്റെ അപേക്ഷ. ചിന്നക്കനാൽ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്തു. പഞ്ചായത്തിൽ നടപ്പിലാക്കിയ വിവിധ പദ്ധതികളിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. MRPയേക്കാൾ ഉയർന്ന തുകയ്ക്ക് സാധനം വാങ്ങിയതായി ബില്ലുണ്ടാക്കിയെന്നാണ് കണ്ടെത്തൽ.
പഞ്ചായത്ത് സെക്രട്ടറിയുടെ അധിക ചുമതല കൂടി വഹിച്ചിരുന്ന അസിസ്റ്റന്റ് സെക്രട്ടറി ബനീഷ് ഖാനെയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ സസ്പെൻഡ് ചെയ്തത്. പഞ്ചായത്തിലെ വിവിധ പദ്ധതികളിൽ അഴിമതി നടക്കുന്നതായി ചൂണ്ടിക്കാട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് നൽകിയ പരാതിയെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് ക്രമക്കേടുകൾ കണ്ടെത്തിയത്. തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികൾക്ക് ഗംബൂട്ടും ഫസ്റ്റ് എയ്ഡ് ബോക്സും അനുബന്ധ സാധനങ്ങളും വാങ്ങിയതിൽ വൻ ക്രമക്കേടുകളാണ് നടന്നിട്ടുള്ളത്. ആകെ 8,63,000-ലധികം രൂപയുടെ സാധനങ്ങൾ ടെൻഡർ വിളിക്കാതെയാണ് വാങ്ങിയത്. തങ്കമണിയിലെ നീതി മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയതായി ബില്ലും ഉണ്ടാക്കി. എന്നാൽ ഇവിടെ നിന്നും സാധനം വാങ്ങാതെ സ്ഥാപനത്തിന് 15% കമ്മീഷൻ നൽകാമെന്ന വ്യവസ്ഥയിലാണ് ബില്ല് വാങ്ങിയതെന്നും കമ്മീഷൻ കൊടുത്തതായും കണ്ടെത്തി. സാധനത്തിന്റെ MRP-യേക്കാൾ കൂടുതൽ വിലയാണ് ബില്ലിൽ കാണിച്ചിരിക്കുന്നത്. ഗംബൂട്ടുകൾ വാങ്ങിയ ഇനത്തിൽ MRP-യേക്കാൾ 1,24,500 രൂപയും ഫസ്റ്റ് എയ്ഡ് ബോക്സ് വാങ്ങിയ ഇനത്തിൽ 74,400 രൂപയും അധികം ബില്ലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സൺസ്ക്രീൻ വാങ്ങിയ ഇനത്തിൽ പോലും 2,300-ലധികം രൂപ തട്ടിയെടുത്തെന്നാണ് കണ്ടെത്തൽ. മറ്റ് പദ്ധതികളിലും ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. 1,63,333 രൂപ വീതം വിലയുള്ള 3 മിനി മാസ്റ്റ് ലൈറ്റ് വാങ്ങിയതായി രേഖകൾ ഉണ്ടെങ്കിലും ഒരെണ്ണം മാത്രമാണ് വാങ്ങിയത്. തെരുവ് വിളക്ക് പദ്ധതിയിൽ സോളാർ ലൈറ്റുകൾ ഇതുവരെയും സ്ഥാപിച്ചിട്ടില്ല. വയോധികർക്കായുള്ള 111 കട്ടിലുകളും ഇതുവരെയും വിതരണം ചെയ്തിട്ടില്ല. ചതുരംഗപ്പാറയിൽ 60 ലിറ്റർ ചാരായം കണ്ടെത്തിയ കേസിൽ ഒളിവിലായിരുന്ന പ്രതിയെ 10 ലിറ്റർ ചാരായവുമായി പിടികൂടി. ചെമ്മണ്ണാർ സ്വദേശി ചെമ്പേരിയിൽ ബാബുവാണ് അറസ്റ്റിലായത്. ഇയാളുടെ കൂട്ടാളിയായ ചെമ്മണ്ണാർ സ്വദേശി ചൂണ്ടങ്ങാക്കരയിൽ ബാബുവിന്റെ ഉടമസ്ഥയിൽ ചതുരംഗപ്പാറയിലുള്ള ഭൂമിയിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം 60 ലിറ്റർ ചാരായവും 1000 ലിറ്റർ കോടയും കണ്ടെത്തിയത്. ചെമ്പേരിയിൽ ബാബുവിന്റെ സുഹൃത്തായ ചെമ്മണ്ണാർ സ്വദേശി ചുണ്ടങ്ങക്കരയിൽ ബാബുവിന്റെ ഉടമസ്ഥതയിൽ ചതുരംഗപ്പാറയിലുള്ള ഭൂമിയിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം 60 ലിറ്റർ ചാരായവും 1000 ലിറ്റർ കോടയും കണ്ടെത്തിയത്. ഒന്നാം പ്രതിയെ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് അന്ന് പിടികൂടിയിരുന്നു. തുടർന്ന് ഒളിവിൽ പോയ ചെമ്പേരി ബാബുവിനെ എക്സൈസ് അന്വേഷിക്കുന്നതിനിടെയാണ് 10 ലിറ്റർ ചാരായവുമായി ഇയാൾ പിടിയിലായത്. ഉടുമ്പൻചോല എക്സൈസ് സംഘത്തിന്റെ നേതൃത്വത്തിൽ മാവറ സിറ്റിയിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. കോടതിയിൽ ഹാജരാക്കിയ ബാബുവിനെ റിമാൻഡ് ചെയ്തു. ഭാരതാംബ വിവാദം CPM-ന്റെ തട്ടിപ്പെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. RSS ഗവർണർമാർക്ക് ചായസൽക്കാരം നടത്തിയത് മുഖ്യമന്ത്രിയാണ്. എന്തിനാണ് RSS ഗവർണർക്ക് ഈ CPM ഇത്ര പ്രാധാന്യം നൽകുന്നത് എന്ന് വ്യക്തമാക്കണം. കുടുംബത്തെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി കേരളത്തിന്റെ മതേതര പാരമ്പര്യത്തെ ഹോമിക്കുകയാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ തൊടുപുഴയിൽ പറഞ്ഞു. RSS-കാരനായ ഒരു ഗവർണർ കേരളത്തിലേക്ക് വരുമ്പോൾ അയാളോട് ഗവർണർ നിലയിൽ സ്ഥാനത്തോട് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. RSS-കാരാണ് ഇപ്പോൾ ഗവർണർമാരെ വേണ്ടി നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ അതല്ലാതെയുള്ള സൗഹൃദവും ചങ്ങാത്തവും പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും ഒക്കെ കൊടുത്തതിന് ലെജിറ്റിമേറ്റ് ചെയ്യരുത്. അയാൾ RSS-കാരനാണ് എന്ന് നിരന്തരമായി പറയേണ്ടുന്ന ബാധ്യതയാണ് നമുക്കുള്ളത്. അയാൾ നടപ്പിലാക്കുന്ന ആശയങ്ങൾ, ആദർശങ്ങൾ RSS-ന്റെ രാഷ്ട്രീയമാണെന്ന് പറയുകയാണ്. അതല്ലാതെ അയാളെ കൊണ്ടുവന്ന് പൊതുവിടത്തിലെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരാളാക്കി മാറ്റുകയല്ല ചെയ്യേണ്ടത്. ആ തട്ടിപ്പ് ഇവർ അവസാനിപ്പിക്കണം. ഗവർണർമാർക്ക് RSS ഗവർണർമാർക്ക് മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ വേറെ ഉണ്ടല്ലോ. തമിഴ്നാട്ടിൽ നിരന്തരമായി സ്റ്റേറ്റ് വേഴ്സസ് ഗവർണർ ഫൈറ്റ് നടക്കുകയാണ്. എപ്പോഴെങ്കിലും മുഖ്യമന്ത്രി കോംപ്രമൈസ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കർണാടകയിൽ സിദ്ധരാമയ്യ നിരന്തരമായി ഫൈറ്റിലാണ്. എപ്പോഴെങ്കിലും കോംപ്രമൈസ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇനി തെലങ്കാനയിൽ, ആന്ധ്രയിൽ ഏത് സ്റ്റേറ്റിലാണ് RSS-ന്റെ ഗവർണറോട് സമരസപ്പെടുന്നത്? ഏക സ്റ്റേറ്റ് കേരളമാണ്. അതാണ് പറഞ്ഞത്, കേരളത്തിന്റെ മതേതര പാരമ്പര്യത്തെ ഹോമിച്ചുകൊണ്ട് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി നിൽക്കരുത്. അതിനോട് ഈ നാടും വെച്ച് നിൽക്കില്ല. കേരളത്തിന്റെ ഗവർണറായി വരുന്ന RSS നേതാവിന് RSS-ന്റെ അജണ്ട ഉണ്ട് എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് അറിയില്ലേ? അപ്പൊ മുഖ്യമന്ത്രിക്ക് വ്യക്തിപരമായ ഒരു കേസിൽ നിന്ന് കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിന്റെ മതേതര പാരമ്പര്യത്തെ ഹോമിക്കാനുള്ള ശ്രമമാണ്. മുതിർന്ന നേതാക്കൾ തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ അംഗീകരിക്കുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. മുതിർന്നവർ തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ ഉൾക്കൊള്ളേണ്ട ചുമതല തങ്ങൾക്കുണ്ട്. യുവ നേതാക്കൾക്ക് പക്വത വേണമെന്ന ചെന്നിത്തലയുടെ പരാമർശത്തോട് പ്രതികരിക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. അത് ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞൊരു വാചകം ഞാനിങ്ങനെ എടുക്കുക. അദ്ദേഹം പറഞ്ഞത് സൂക്ഷ്മത പാലിക്കണം എന്നാണ്. ആ വാചകമാണ് ഞാൻ ഈ പ്രതികരണത്തിൽ പറഞ്ഞത്. കാരണം ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറയാത്ത കാര്യമാണ് അതിന്റെ വാർത്തയും തലക്കെട്ടുമായി വന്നത്. അപ്പൊ അത്തരം കാര്യങ്ങളോട് സൂക്ഷ്മത പുലർത്തണം. കാരണം ചാടിക്കേറി പ്രതികരിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അത് ഞാൻ അനുസരിക്കണം സ്വാഭാവികം. അപ്പോ അദ്ദേഹത്തെ പോലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റും ദേശീയ പ്രസിഡന്റും ഒക്കെ ആയിരുന്ന ഒരാള് യുവ നേതാക്കന്മാർ സൂക്ഷ്മത പുലർത്തണം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ ആഗ്രഹിക്കുന്നത്? ഞങ്ങൾ പറയണോ? ഇല്ല, ഞങ്ങൾ സൂക്ഷ്മത പുലർത്തില്ല, കൊന്നാലും ഞങ്ങൾ സൂക്ഷ്മത പുലർത്തില്ല എന്ന് പറയുകയല്ലോ. അദ്ദേഹം സ്വാഭാവികമായിട്ടും യുവതലമുറയോട് അദ്ദേഹം ഒരു ചോദ്യത്തിന് മറുപടിയായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. അതിന് വളരെ പോസിറ്റീവായിട്ടാണ്, സൂക്ഷ്മതയോട് കൂടിയിട്ടാണല്ലോ പൊതുപ്രവർത്തകർ പ്രവർത്തിക്കുന്നത്. അത് ഓർമ്മപ്പെടുത്തി. അതിനകത്ത് എന്തെങ്കിലും ഒരു തെറ്റുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അദ്ദേഹത്തെ പോലുള്ള ആള് യുവ നേതാക്കന്മാർ കുറച്ചുകൂടി സൂക്ഷ്മത പുലർത്തണമെന്ന് പറയുന്നത് അത് യുവ നേതാക്കന്മാരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കുമല്ലോ. അല്ലെങ്കിൽ ഇവരങ്ങ് നശിച്ചു പോകട്ടെ എന്ന് കരുതിയിട്ടാണെങ്കിൽ അദ്ദേഹത്തിന് പറയേണ്ട കാര്യമില്ലല്ലോ.
ഉപ്പുതറ കാക്കത്തോട്ടിൽ അടിക്കടി ഉണ്ടാവുന്ന കാട്ടാന ശല്യത്തിൽ പ്രതിഷേധിച്ച് CPM ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാക്കത്തോട് ഫോറസ്റ്റ് സ്റ്റേഷൻ ഉപരോധിച്ചു. CPM ഏലപ്പാറ ഏരിയ സെക്രട്ടറി MG സജി സമരം ഉദ്ഘാടനം ചെയ്തു. ഫെൻസിംഗ് സംവിധാനം ഉടൻ പ്രവർത്തനക്ഷമമാക്കുക, പ്രാദേശിക അടിസ്ഥാനത്തിൽ വാച്ചർമാരെ നിയോഗിക്കുക, RRT സംഘത്തിന്റെ നിരീക്ഷണം ശക്തമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. കാക്കത്തൊട്ടിൽ നിന്നും പ്രകടനമായി എത്തിയ പ്രവർത്തകരെ ഫോറസ്റ്റ് സ്റ്റേഷന് മുൻപിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന സമരം CPM ഏലപ്പാറ ഏരിയ സെക്രട്ടറി MT സജി ഉദ്ഘാടനം ചെയ്തു. വനം വകുപ്പിന്റെ ഒരു കുഴപ്പമാണ് എന്ന് പറയാൻ കഴിയും. പക്ഷേ അതിൽ ഉദ്യോഗസ്ഥരായിട്ടുള്ള കുറച്ച് ജീവനക്കാർ അതിനോട് വേണ്ട നീതി പുലർത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. എന്നാൽ കുറച്ച് ജീവനക്കാർ സമരത്തിന്റെ ഭാഗമായി മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങളോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന രീതിയും സമീപനം ഉണ്ട് എന്നുള്ളതും വസ്തുതയാണ്. സ്വാഭാവികമായും കഴിഞ്ഞ 3 സമരങ്ങളും വളകോട്, കോതപാറ, മുത്തമ്പടി, ഉപ്പുപാറയിലെ ആളുകളാണ് ഇവിടെ സമരം നടത്തിയത്. അന്ന് കാക്കത്തോട് നിവാസികൾക്ക് അത്തരത്തിൽ അനുഭവം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് കാക്കത്തോട് നിവാസികൾക്കും അത്തരത്തിൽ ഒരു അനുഭവം ഉണ്ടായി എന്ന് പറയുന്നത് 100% ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ചയാണ്. ഇവിടെ ഫെൻസിങ് നിലവിലുണ്ട്. പക്ഷേ ഊപ്പിലേക്ക് വെട്ടിയിരിക്കുന്ന വഴിയിലൂടെയാണ് ഇപ്പോൾ കാട്ടാന കടന്നു വന്നിട്ടുള്ളത്. ചെറിയൊരു പ്രദേശത്തു കൂടിയാണ്. തുടർന്ന് പ്രവർത്തകർ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ R ബിനോജുമായി ചർച്ച നടത്തി. ഡ്രോൺ നിരീക്ഷണം നടത്തി ആനയെ ഉൾവനത്തിലേക്ക് കടത്താനും RRT സംഘത്തിന്റെ പ്രവർത്തനം കാക്കത്തോട്, കൂപ്പുപാറ തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനും ഫെൻസിംഗ് സംവിധാനം ഉടൻ പൂർത്തീകരിക്കുമെന്നും വനംവകുപ്പ് ഉറപ്പു നൽകി. ഇതോടെയാണ് സമരം അവസാനിപ്പിച്ചത്. ലോക്കൽ സെക്രട്ടറിമാരായ K കലീഷ് കുമാർ, MU സതീശൻ, ലാൽ എബ്രഹാം, EV ജോസഫ്, ഷിജോ ഫിലിപ്പ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വന്യജീവി ശല്യം പരിഹരിച്ച് വിദ്യാർത്ഥികളുടെ ആശങ്ക പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള സ്റ്റുഡൻസ് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടുക്കി നഗരംപാറ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. KSC സംസ്ഥാന പ്രസിഡന്റ് ജോൺസ് ജോർജ് കുന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ചെറുതോണി ഫെഡറൽ ബാങ്ക് പരിസരത്തു നിന്ന് ആരംഭിച്ച മാർച്ച് നഗരംപാറ ഫോറസ്റ്റ് സ്റ്റേഷന് മുൻപിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന സമരത്തിൽ KSC ഇടുക്കി ജില്ലാ പ്രസിഡന്റ് തോമസ് അലക്സ് അധ്യക്ഷനായിരുന്നു. സംസ്ഥാന പ്രസിഡന്റ് ജോൺസ് ജോർജ് കുന്നപ്പള്ളി സമരം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രവർത്തന സമയമാറ്റം മലയോര മേഖലകളിലെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദിവസം നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടു സമയ പുനഃക്രമീകരണം, സ്കൂളുകളിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികളുടെ സമയ പുനഃക്രമീകരണം. ഇവരെന്ത് അടിസ്ഥാനത്തിലാണ് ഈ സമയ പുനഃക്രമീകരണം പ്രഖ്യാപിച്ചത്? ഒരു വിധത്തിലും ഉള്ള ശാസ്ത്രീയമായിട്ടുള്ള ഒരു നടപടികൾ നോക്കാതെയാണ് ഇവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരു വീട്ടിൽ തന്നെ UPയിലും സ്കൂളിലും പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവർക്ക് അവരുടെ പേരൻസിന്, കാർന്നവന്മാർക്ക് 2 സമയത്ത് പോയി വിദ്യാർത്ഥികളെ വിളിച്ചുകൊണ്ട് വരുന്ന സാഹചര്യം. അതുപോലെ ഇത്രയും വന്യജീവി ശല്യം നിലനിൽക്കുന്ന സാഹചര്യത്തിന് പിന്നെയും സ്കൂൾ ടൈം വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരുന്ന വഴികളിൽ ഇവർക്ക് എങ്ങനെ സുരക്ഷിതമായി വീട്ടിലെത്താൻ സാധിക്കുമെന്ന് നോക്കണം. KSC സംസ്ഥാന സെക്രട്ടറി ആൽബിൻ ആൻഡ്രൂസ് മുഖ്യപ്രഭാഷണം നടത്തി. കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗം അഡ്വക്കേറ്റ് തോമസ് പെരുമന, നോബിൾ ജോസഫ്, വർഗീസ് വെട്ടിയാങ്കൽ, അഡ്വക്കേറ്റ് എബി തോമസ്, അരവിന്ദ് ജോൺ, അദ്വൈത് ജയ്മോൻ, അൽത്താഫ് നിഷ്യാത്ത് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പ്രവർത്തകർ ഫോറസ്റ്റ് സ്റ്റേഷൻ കവാടത്തിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചു. അയ്യപ്പൻകോവിൽ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ ഏലക്കാമോഷണം വ്യാപകമാകുന്നു. ശാസ്താംകണ്ടം, മുതുപ്ലാക്കൽ MD മനോജിന്റെ 4 ഏക്കറോളം വരുന്ന തോട്ടത്തിൽ നിന്നും വ്യാപകമായി ഏലക്കാമോഷണം പോയി. സംഭവവുമായി ബന്ധപ്പെട്ട് ഇവർ പോലീസിൽ പരാതി നൽകി. കഴിഞ്ഞ കുറെ നാളുകളായി അയ്യപ്പൻകോവിൽ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ ഏലക്കാമോഷണം പതിവാണ്. എന്നാൽ മോഷ്ടാക്കളെ കണ്ടെത്തുന്നതിനു വേണ്ടിയുള്ള യാതൊരു നടപടിയും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ലെന്നാണ് കർഷകരുടെ പരാതി. കഴിഞ്ഞ ദിവസം ശാസ്താംകണ്ടം സ്വദേശിയായ മുതുപ്ലാക്കൽ MT മനോജിന്റെ 4 ഏക്കറോളം വരുന്ന ഏലത്തോട്ടത്തിൽ നിന്നും വ്യാപകമായി ഏലക്ക മോഷണം പോയി. സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയതിനു പുറമെ തുടർച്ചയായ 2ാം ദിവസവും പറമ്പിൽ നിന്ന് ഏലക്ക മോഷണം പോയതായി മനോജിന്റെ ഭാര്യ സജി പറയുന്നു.
കാ നല്ല വിളഞ്ഞ് പാകമായിട്ട് കിടക്കുന്ന സമയമാണ്. അപ്പം ഞങ്ങൾ കായെടുക്കാൻ വേണ്ടി പണിക്കാർ താഴ്ഭാഗം മുതൽ കയറി വന്നപ്പോൾ മോൾഭാഗം കംപ്ലീറ്റോളും പിന്നെ കാ മോഷണം പോയിരിക്കുകയാണ്. നല്ലതായിട്ട് കിടന്ന കായാണ്, അത് കംപ്ലീറ്റും മുഴുവൻ പിന്നെ മോഷ്ടിച്ചുകൊണ്ട് പോയി. പരാതി കൊടുത്തിട്ടുണ്ട്, പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വ്യാപകമായിട്ട് കഴിഞ്ഞ വർഷവും ഞങ്ങളുടെ പറമ്പിൽ നിന്ന് കാ നഷ്ടപ്പെട്ടായിരുന്നു. അപ്പം ഞങ്ങൾ അതൊരു കുറച്ച് ചെടികളെ മാത്രമേ പോയിട്ടുള്ളൂ. ഇതിപ്പോൾ നിരന്തരമായിട്ട് പോയിരിക്കുക. ഇതൊരു പടുതാക്കുളമുണ്ട്, പടുതാക്കുളത്തിലെ മീൻ പല പ്രാവശ്യമായിട്ട് നിറയെ മീനായിട്ട് കിടന്നതാണ് മോഷണം പോയിട്ടുണ്ട്. ഇത് അടുത്തുള്ള പരിസരവാസികളാകാനാണ് സാധ്യത, അല്ല നമുക്ക് ആരാണെന്ന് അറിയാൻ പറ്റില്ല, നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല. പരിസരവാസികളെ ഇങ്ങോട്ട് ഈ മോൾ ഭാഗത്തോട്ടൊക്കെ വരാനുള്ള സാധ്യത കൂടുതലുള്ളൂ. തോട്ടത്തിൽ ഏലക്ക പറിക്കുന്നതിനായി എത്തിയ ജോലിക്കാരാണ് മോഷണ വിവരം അറിയുന്നത്. തുടർന്ന് ഉടമസ്ഥനെ വിവരമറിയിക്കുകയായിരുന്നു. ഏലത്തിന്റെ ശരം മുറിക്കാതെ കായ് അടർത്തി മാറ്റിയാണ് മോഷണം നടന്നിരിക്കുന്നത്. സമീപ പ്രദേശങ്ങളിൽ നിന്നെല്ലാം ഇത്തരത്തിൽ ഏലക്ക മോഷണം പോയിട്ടുണ്ടെന്ന് തൊഴിലാളികൾ പറഞ്ഞു. പണിയാൻ വന്നിട്ടരയ്ക്ക് ഞങ്ങൾ പണി തുടങ്ങി അടിവശം എടുത്ത് കയറി വന്നപ്പോഴാണ് ഞാൻ ഒരു ചെടി എടുത്തു കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ചെടി വന്നപ്പോൾ സംശയം തോന്നി. അന്നേരം ഞാൻ കൂട്ടത്തിൽ നിന്നവരെ വിളിച്ച് ചെടി ഒന്ന് നോക്കാൻ പറഞ്ഞു. നോക്കിയപ്പോൾ കംപ്ലീറ്റ് മേലോട്ട് കയറി വന്നപ്പോഴത്തേന് കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഉടമസ്ഥനെ വിളിച്ച്. സംഭവത്തിൽ ഉപ്പുതറ പോലീസിൽ പരാതി നൽകി കാത്തിരിക്കുകയാണ് മനോജ് ഉൾപ്പെടെയുള്ള കർഷകർ. അടിമാലി ടൗണിൽ തെരുവുനായ ശല്യം വർദ്ധിക്കുന്നു. രാപ്പകൽ വ്യത്യാസമില്ലാതെ കൂട്ടമായി ഇറങ്ങുന്ന തെരുവുനായ്ക്കൾ ടൗണിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നുണ്ട്. ടൗണിലെ സെൻട്രൽ ജംഗ്ഷനിൽ രാത്രികാലത്ത് കൂട്ടമായി നടക്കുന്ന തെരുവുനായ്ക്കൾ വാഹനങ്ങൾക്ക് കുറുകെ ചാടുന്നതും കാൽനട യാത്രികർക്ക് നേരെ കുരച്ചു ചാടുന്നതുമൊക്കെ പതിവാകുകയാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എന്ന പോലെ അടിമാലി ടൗണിലും തെരുവുനായ ശല്യം വർദ്ധിക്കുകയാണ്. രാത്രികാലത്താണ് നായശല്യം രൂക്ഷമായിട്ടുള്ളത്. രാത്രികാലത്ത് ടൗണിൽ ഏറ്റവും അധികം ആളുകൾ വന്നു പോകുന്നത് സെൻട്രൽ ജംഗ്ഷൻ ഭാഗത്താണ്. ദീർഘദൂര ബസ് കാത്തുനിൽക്കുന്നവരും ഭക്ഷണം കഴിക്കാനെത്തുന്നവരും താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്ക് കൂട്ടിരിപ്പുകാരായി ഉള്ളവരുമൊക്കെയാണ് ഇവിടേക്ക് കൂടുതലായി എത്തുന്നത്. രാത്രികാലത്ത് സെൻട്രൽ ജംഗ്ഷൻ ഭാഗത്ത് തമ്പടിക്കുന്ന തെരുവുനായ്ക്കൾ ആളുകൾക്ക് ഭീഷണി ഉയർത്തുന്നു. ടൗണിലെ തെരുവുനായ ശല്യത്തിന് പരിഹാരം കാണാൻ ബന്ധപ്പെട്ടവരുടെ ഇടപെടൽ വേണമെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി അടിമാലി യൂണിറ്റ് പ്രസിഡന്റ് PM ബേബി ആവശ്യപ്പെട്ടു. അടിമാലി ടൗണിലും പേവിഷബാധയ്ക്കുള്ള ഭീഷണി ഉയർത്തിക്കൊണ്ട് തെരുവുനായ്ക്കളുടെ ശല്യം വളരെയധികം കൂടിയിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്താകെ വളരെ വലിയ തോതിൽ ഗുരുതരമായി കുഞ്ഞുങ്ങളെ അടക്കം പട്ടികടിക്കുകയും അതിനുശേഷം വാക്സിൻ എടുത്തിട്ട് പോലും പേയിളയുകയും ചെയ്യുന്ന സാഹചര്യം നിലനിൽക്കുന്ന ഭീതിജനകമായ അന്തരീക്ഷത്തിലാണ് അടിമാലി ടൗണിൽ പട്ടികളുടെ ജാഥയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നിയന്ത്രിക്കാൻ ആവശ്യമായ നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കണം. അടിമാലി ഗ്രാമപഞ്ചായത്ത് അക്കാര്യത്തിൽ നിലപാട് സ്വീകരിക്കേണ്ടതാണ്. അടിമാലി ഗ്രാമപഞ്ചായത്ത് ഇപ്പം ഗവൺമെൻറ് നിർദ്ദേശപ്രകാരം വന്ധീകരിക്കലും അല്ലെങ്കിൽ ഇതിനെല്ലാം പിടിച്ച് ഷെൽട്ടറിലാക്കലും എല്ലാമാണ് നടപടികൾ. അത്തരം നടപടികൾ സ്വീകരിക്കാനുള്ള ബാധ്യത പഞ്ചായത്തുകൾക്കുണ്ട്. അല്ലെങ്കിൽ ഇതിനെ ഏതെങ്കിലും തരത്തിൽ പഞ്ചായത്തിൻ്റെ അധികാരം ഉപയോഗിച്ച് ഇതിനെ കൊന്നുകളയാനുള്ള നിലപാട് സ്വീകരിക്കണം. അല്ലാതെ ഫലപ്രദമായ വാക്സിനേഷൻ ഇല്ല. അതുപോലെ തന്നെ കേരളത്തിലെ മുഴുവൻ ആളുകളെ പട്ടികടിച്ച് ആളുകൾ മാസങ്ങളോളം ആശുപത്രിയിൽ കിടക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം ഗവൺമെൻറ് ആശുപത്രിയിൽ ചെന്നപ്പോഴും 2-3 ആളുകൾ പട്ടി കടിച്ചതിൻ്റെ പേരിൽ 1 മാസമായി ചികിത്സയിലാണ്. ഈ നിലയിൽ വലിയ ഭീകരമായ സമൂഹത്തിന് വലിയ ഭീഷണിയായി മാറിയിട്ടുള്ള ഈ നായശല്യം പരിഹരിക്കാൻ അത്യാവശ്യം വേണ്ട നടപടികൾ പഞ്ചായത്തും അതുപോലെ ജില്ലാ കളക്ടറും എല്ലാം അടക്കമുള്ള ആളുകൾ സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ടൗണിൽ രാത്രികാലത്ത് കൂട്ടമായി നടക്കുന്ന തെരുവുനായ്ക്കൾ വാഹനങ്ങൾക്ക് കുറുകെ ചാടുന്നതും കാൽനട യാത്രികർക്ക് നേരെ കുരിച്ചു ചാടുന്നതുമൊക്കെ പതിവാകുകയാണ്. മാർക്കറ്റ് ജംഗ്ഷനിലും ബസ് സ്റ്റാൻഡ് പരിസരത്തുമെല്ലാം തെരുവുനായ്ക്കൾ സൂര്യവിഹാരം നടത്തുന്നുണ്ട്. കൂട്ടമായി നടക്കുന്ന നായ്ക്കളെ തുരത്തി ഓടിക്കാൻ ശ്രമിച്ചാൽ അവ കൂടുതൽ അപകടകാരികളായി ആക്രമിക്കാൻ ശ്രമിക്കുന്ന പ്രവണത ഉണ്ടാകുന്നു. നായ്ക്കൾ പെറ്റുപിരുകിയതോടെ രാത്രികാലത്തും പുലർച്ചെയും അടിമാലി ടൗണിലെത്തുന്നവർ വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. കുടിയേറ്റ കാലത്തോളം പഴക്കമുള്ള കാഞ്ചാർ ലബക്കട കൽത്തൊട്ടി റോഡിനോടുള്ള അധികൃതരുടെ അവഗണനയ്ക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ. റോഡിന്റെ തകർന്ന ഭാഗത്ത് വാഴ നട്ടാണ് നാട്ടുകാർ പ്രതിഷേധിച്ചത്. കാഞ്ചാറിന്റെ കുടിയേറ്റ കാലത്തോളം പഴക്കമുണ്ട് കാഞ്ചാർ ലബക്കട കൽത്തൊട്ടി റോഡിന്. 10ാം വാർഡിൽ ഉൾപ്പെട്ട റോഡ് ഗ്രാമപഞ്ചായത്തിന്റെ ആസ്തിയിലാണ് ഇപ്പോഴുമുള്ളത്. സ്കൂളുകൾ, ദേവാലയങ്ങൾ ഉൾപ്പെടെയുള്ളതും നിരവധി കുടുംബങ്ങളുടെ ഏക യാത്രാമാർഗവുമാണ് ഈ റോഡ്. റോഡിന്റെ വിവിധ ഭാഗങ്ങൾ തകർന്ന് വലിയ കുണ്ടും കുഴിയും നിലവിൽ രൂപപ്പെട്ടിട്ടുണ്ട്. 5 വർഷമായി നാട്ടുകാർ നേരിടുന്ന ദുരവസ്ഥയാണിത്. യാത്രാക്ലേശം രൂക്ഷമായതോടെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് അധികൃതരുടെ മുൻപിലടക്കം നിരവധി നിവേദനങ്ങളും പരാതികളും നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടാകാതെ വന്നതോടെയാണ് പ്രത്യക്ഷ സമരവുമായി രംഗത്തെത്തിയത്. പ്രതിഷേധ സൂചകമായി റോഡിലെ കുഴികളിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ വാഴ നട്ടു.
റോഡിലെ കുഴികളിൽപ്പെട്ട് വാഹനാപകടങ്ങൾ ഉണ്ടാകുന്നത് പതിവ് സംഭവമാണെന്ന് നാട്ടുകാർ പറയുന്നു. ഈ റോഡ് 50 വർഷം പഴക്കമുള്ളതാണ്. ഈ കൽത്തൊട്ടി, മേപ്പാറ, കിഴക്കേ മോട്ടക്കട്ട, സ്വർണ്ണവിലാസം മേഖലയിലുള്ള മുഴുവൻ ആളുകൾക്കും അടിയന്തരമായ ഒരു വൈദ്യസഹായം ഉണ്ടെങ്കിൽ ലബ്ബക്കട ഹെൽത്ത് സെന്ററിനെ ആശ്രയിച്ച് പോകാൻ കഴിയും. ആ റോഡ് 5 വർഷമായി ഒരു മെയിൻ്റനൻസ് പോലുമില്ലാതെ തകർന്ന് തരിപ്പണമായി കിടക്കുന്നു. നൂറുകണക്കിന് വിദ്യാർത്ഥികളും സ്കൂൾ കുട്ടികളും കുഞ്ഞുങ്ങളും വനിതകളും ഒക്കെ സഞ്ചരിക്കുന്ന ഈ വഴി ഒന്ന് സഞ്ചാരയോഗ്യമാക്കണമെങ്കിൽ നടന്നു പോകാനെങ്കിലുള്ള ഒരു സൗകര്യം ഉണ്ടാക്കണം എന്ന് പഞ്ചായത്ത് അധികൃതരോട് പറഞ്ഞിട്ട് വർഷങ്ങളായി. 3-4 വർഷമായി ഈ റോഡിന്റെ മെയിൻ്റനൻസ് പോലും നടന്നിട്ട്. നിലവിൽ മഴ ശക്തമായതോടെ വലിയ വെള്ളക്കെട്ടും റോഡിൽ രൂക്ഷമാണ്. ഇത് വാഹനാപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതായും പരാതിയുണ്ട്. സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടുത്തി വലിയ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി. ഈ റോഡിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾ ശക്തമായ സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് ഇതിന് വ്യക്തമായിട്ട് അറിയിക്കുകയാണ്. നാട്ടുകാർ മാത്രമായിരിക്കുകയല്ല അതിന് പിന്തുണ നൽകുക. ഈ വഴി കൂടെ നടക്കുന്ന സകല ആൾക്കാരെയും അതിനെ ഞങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ജനങ്ങളുടെ ഒരു പ്രതിഷേധ മാർച്ച് പഞ്ചായത്തിലേക്ക് നടത്തുമെന്ന് ഇതിനാൽ അറിയിക്കുന്നു. റോഡിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള കലുങ്കുകളടക്കം മൂടപ്പെട്ട് കിടക്കുകയാണ്. ഇതാണ് വെള്ളക്കെട്ടുണ്ടാകാൻ കാരണം. റോഡിലെ ചില കലുങ്കുകൾ സ്വകാര്യ വ്യക്തികൾ അടച്ചുവെച്ചിരിക്കുന്നതായും പരാതിയുണ്ട്. അതേസമയം റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്കായി ടെൻഡർ നടപടികളടക്കം നടന്നെങ്കിലും മഴക്കാലം എത്തിയതോടെയാണ് നിർമ്മാണ ജോലികൾ വൈകുന്നതെന്നാണ് അധികൃതരുടെ വിശദീകരണം. ഇസ്രയേലിന്റെ യുദ്ധവെറിക്കും അധിനിവേശത്തിനുമെതിരെ CPM കട്ടപ്പനയിൽ യുദ്ധവിരുദ്ധ റാലി നടത്തി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KS മോഹനൻ ഉദ്ഘാടനം ചെയ്തു. കൊല്ലുന്നത് നിർത്തു, യുദ്ധം അവസാനിപ്പിക്കൂ എന്ന മുദ്രാവാക്യമുയർത്തിയാണ് CPMന്റെ നേതൃത്വത്തിൽ യുദ്ധവിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് കട്ടപ്പനയിൽ റാലിയും യോഗവും ചേർന്നത്. കട്ടപ്പന ഇടുക്കിക്കവലിൽ നിന്ന് ആരംഭിച്ച റാലി ടൗൺ ചുറ്റി ഗാന്ധി സ്ക്വയറിൽ സമാപിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KS മോഹനൻ ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകൾക്കും പിഞ്ചു കുഞ്ഞുങ്ങൾക്കും നേർക്കുള്ള കണ്ണിൽ ചോരയില്ലാത്ത ആക്രമണം ദീർഘനാളായി തുടർന്നു വരികയാണ്. പാലസ്തീനിൽ വധിക്കപ്പെട്ടതിൽ മഹാഭൂരിപക്ഷവും സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ്. പാലസ്തീൻ ജനതയെ ഉന്മൂലനം ചെയ്യുന്നുള്ള ലക്ഷ്യമാണ് ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്നത്. അത് അവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയല്ല, പശ്ചിമേഷ്യയെ മൊത്തത്തിൽ യുദ്ധ മേഖലയാക്കി മാറ്റി തീർക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ ഏർപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് സിറിയയിലേക്ക് ആക്രമണം വ്യാപിപ്പിച്ചു. നേരത്തെ ലെബനനെ ആക്രമിച്ചു. ഇപ്പോൾ ഇറാന് നേരെ ആക്രമണം ശക്തിപ്പെടുത്തിയിരിക്കുകയാണ്. ഇറാന് നേരെയുള്ള ആക്രമണത്തിൽ ഇസ്രായേലിന് നഷ്ടം സംഭവിക്കുന്നുണ്ട്, ഇറാൻ തിരിച്ചടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു യുദ്ധത്തിൻ്റെതായ അന്തരീക്ഷം പശ്ചിമേഷ്യയിൽ ഇസ്രായേലായിട്ട് വരുത്തി തീർത്തിരിക്കുകയാണ്. കടുത്ത ആക്രമണം ആദ്യം ഇറാന് നേർക്ക് നടത്തി, ഇറാൻ തിരിച്ചടിച്ചു. ഇപ്പോൾ ആക്രമണം പ്രത്യാക്രമണം തുടരുകയാണ്. അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ നിരവധി ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. ഇറാനിലുമുണ്ട്, ഇസ്രായേലിലും ആക്രമിക്കപ്പെട്ട നിരവധി ആളുകളുണ്ട്, പരിക്കേറ്റ നിരവധിയുണ്ട്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കെല്ലാം നേരെ ആക്രമണം ഇസ്രായേൽ ഏകപക്ഷീയം നടത്തുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണം, ഇപ്പം നടക്കുന്ന യുദ്ധത്തിൻ്റെ ഒരു ഭീതി സൃഷ്ടിക്കുന്നതിൻ്റെ യഥാർത്ഥ കാരണം ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണം മാത്രമാണ്. ജില്ലാ കമ്മിറ്റി അംഗം VR സജി, ഏരിയ സെക്രട്ടറി മാത്യു ജോർജ്, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ MC ബിജു, ടോമി ജോർജ്, CR മുരളി, നിയാസ് അബു തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്തിക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി ഗ്രാമസ്വരാജ്യ വികസന സെമിനാർ സംഘടിപ്പിച്ചു. തോപ്രാംകുടി മിൽമ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ സെമിനാർ UDF ജില്ലാ ചെയർമാൻ ചോയ് വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു. വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടിയെ വിജയത്തിലെത്തിക്കുന്നതിന് പ്രവർത്തകരെ സജ്ജമാക്കുന്നതിന് മുന്നോടിയായാണ് KPCCയുടെ നിർദ്ദേശാനുസരണം മണ്ഡലം തലത്തിലും വാർഡ് തലത്തിലും സെമിനാറുകളും യോഗങ്ങളും സംഘടിപ്പിച്ചു വരുന്നത്. ഇതിന്റെ ഭാഗമായാണ് കോൺഗ്രസ് വാത്തിക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെമിനാർ സംഘടിപ്പിച്ചത്. തോപ്രാംകുടി മിൽമ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ സെമിനാർ UDF ജില്ലാ ചെയർമാൻ ചോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു. വളരെ കൈവച്ച് നമുക്ക് പറയാനായിട്ട് വരും പറ്റും. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി സാറിന്റെ ഇച്ഛാശക്തി കൊണ്ട് മാത്രം രൂപം കൊണ്ട പദ്ധതിയാണ് വിഴിഞ്ഞം പദ്ധതി എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ആ 7500 കോടി രൂപയും 6000 കോടി രൂപയും അവിടെ അഴിമതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് വിഴിഞ്ഞം തുറമുഖത്തേക്ക് ബോട്ടുകളും വള്ളങ്ങളും മുഴുവൻ ചെങ്കൊടി കെട്ടി കൊണ്ടുപോയിട്ട് ആ ഉദ്ഘാടന പരിപാടി അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചവരാണ് മാർക്സിസ്റ്റ് പാർട്ടി. വിഴിഞ്ഞം പദ്ധതിയെപ്പറ്റി അവരങ്ങനെയാണ് ഇതിനോട് സമീപിച്ചത്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സാജു കാരക്കുന്നിൽ അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ മുഖ്യപ്രഭാഷണം നടത്തി. ബെന്നി തുണ്ടത്തിൽ, DCC സെക്രട്ടറിമാരായ KV സെൽവം, ജെയ്സൺ കെ ആന്റണി, വിജയകുമാർ മറ്റക്കര, രാജൻ വർഗീസ് തുടങ്ങിയവർ ക്ലാസുകൾ നയിച്ചു. ജോസ്മി ജോർജ്, മിനി സാബു, KK മനോജ്, ടോമി തിങ്ങമ്പള്ളിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി.
അറ്റകുറ്റപ്പണികൾക്കായി അടച്ച അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ പൊതുശ്മശാനം വീണ്ടും പ്രവർത്തന സജ്ജമായി. ശ്മശാനവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന വിവിധ പ്രശ്നങ്ങൾ അറ്റകുറ്റപ്പണികളിലൂടെ പരിഹരിച്ചതായി ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച് ശ്മശാനം തുറക്കുന്നത് വൈകിയത് വ്യാപക പ്രതിഷേധത്തിന് ഇടവരുത്തിയിരുന്നു. 2 മാസങ്ങൾക്ക് മുമ്പായിരുന്നു അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കൂമ്പൻപാറയിൽ പ്രവർത്തിച്ചു വരുന്ന പൊതുശ്മശാനം അറ്റകുറ്റപ്പണികൾക്കായി അടച്ചത്. 1 മാസത്തിനുള്ളിൽ പണികൾ പൂർത്തീകരിച്ച് ശ്മശാനം വീണ്ടും തുറന്നു നൽകുമെന്നായിരുന്നു പഞ്ചായത്ത് അന്ന് അറിയിച്ചിരുന്നത്. എന്നാൽ പണികൾ നീണ്ടതോടെ ശ്മശാനം തുറക്കുന്നതും വൈകി. ഇതിനെതിരെ പ്രതിഷേധവും രൂപം കൊണ്ടു. പ്രതിഷേധം കൂടുതൽ ശക്തമാകുന്നതിനിടയിലാണ് അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച് ശ്മശാനം വീണ്ടും പ്രവർത്തന സജ്ജമാക്കിയത്. ശ്മശാനവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന വിവിധ പ്രശ്നങ്ങൾ അറ്റകുറ്റപ്പണികളിലൂടെ പരിഹരിച്ചതായി ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. അടിമാലി ഗ്രാമപഞ്ചായത്ത് പൊതുശ്മശാനമായ ക്രിമിറ്റോറിയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അടച്ചിട്ടുകൊണ്ടുള്ള മെയിൻ്റനൻസ് വർക്കുകൾ നടന്നു വരികയായിരുന്നു. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ മുഖേനയാണ് പഞ്ചായത്ത് അതിൻ്റെ മെയിൻ്റനൻസ് വർക്കുകൾ പൂർത്തീകരിച്ചത്. ഏകദേശം 30 ലക്ഷം രൂപയോളം മുടക്കിയാണ് ഇതിൻ്റെ ഗ്ലോബർ ഉൾപ്പെടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിച്ചുകൊണ്ട് ചിമ്മിനി ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനായത്. ഈ തൊട്ടടുത്തുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അത് മറ്റ് പഞ്ചായത്തുകൾക്കൊക്കെ സൗകര്യപ്രദമായിട്ട് ഉപയോഗിക്കുന്നുള്ള സാഹചര്യം ഗ്രാമപഞ്ചായത്ത് ഒരുക്കിയിട്ടുണ്ടെന്ന് കൂടി അറിയിക്കുകയാണ്. 28 ലക്ഷത്തിലധികം രൂപ ചിലവഴിച്ചാണ് ശ്മശാനത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടുള്ളത്. കോട്ടയം ആസ്ഥാനമായുള്ള കമ്പനിയാണ് നവീകരണ ജോലികൾ നടത്തിയത്. അടിമാലിയിൽ നിന്ന് മാത്രമല്ല, അടിമാലിയുടെ സമീപ മേഖലകളിൽ നിന്നും സ്വന്തമായി വീടും ഭൂമിയും ഇല്ലാത്തവരും അങ്ങേയറ്റം നിർധനരായവരുമൊക്കെ ഉറ്റവർ മരിച്ചാൽ കൂമ്പൻപാറയിൽ പ്രവർത്തിക്കുന്ന പൊതു ശ്മശാനത്തിന്റെ സേവനം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. മാത്യു മത്തായി തെക്കേമല മെമ്മോറിയൽ വിദ്യാഭ്യാസ അവാർഡ് ദാന ചടങ്ങ് കാമാക്ഷി പാണ്ടിപ്പാറയിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KG സത്യൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പൊതുപ്രവർത്തന മേഖലയിൽ ശ്രദ്ധേയനായിരുന്ന കാമാക്ഷി പഞ്ചായത്തിന്റെ പ്രഥമ പ്രസിഡന്റ് മാത്യു മത്തായിയുടെ പേരിൽ ഏർപ്പെടുത്തിയ അവാർഡ് വിതരണമാണ് നടന്നത്. കാമാക്ഷി ഗ്രാമപഞ്ചായത്തിന്റെ ആദ്യത്തെ പ്രസിഡന്റായിരുന്നു മാത്യു മത്തായി തെക്കേമല. അദ്ദേഹത്തിന്റെ പേരിൽ ഏർപ്പെടുത്തിയ അവാർഡിന്റെ വിതരണമാണ് പാണ്ടിപ്പാറയിൽ നടന്നത്. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KG സത്യൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യമാണ് എന്ന സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിച്ചു. എനിക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം വിദ്യാഭ്യാസ അവാർഡുകൾ ഏർപ്പെടുത്തുന്നത് പ്രിയപ്പെട്ട പാപ്പൻചേട്ടൻ്റെ പേരിലാണ് എന്നുള്ളത്. അതിന് ഈ അപ്കോസിനോട് അതിൻ്റെ ബോർഡിനോട് ഞാൻ ആദ്യം നന്ദി അറിയിക്കാം. കാരണം ജനപ്രതിനിധികൾ ഞാനാണെങ്കിലും റിനോവറാണെങ്കിലും ഷൈനോവറാണെങ്കിലും ഒക്കെ ഞങ്ങളൊക്കെ ജനപ്രതിനിധികളായിട്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഞങ്ങളുടെ മുമ്പിൽ വരുന്ന ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ കൈകാര്യം ചെയ്യുകയും ഇടപെടുകയും നിർവഹിക്കുകയും ഒക്കെ ചെയ്തു പോകുന്നു. പക്ഷെ പാപ്പൻചേട്ടനെ പോലെ ഈ പിള്ളേർക്കൊക്കെ പാപ്പൻചേട്ടൻ എന്ന് പറഞ്ഞാൽ അറിയാവുന്ന എനിക്കറിയത്തില്ല. ഒരു മാത്യു മത്തായി തെക്കേമല എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ആ പേര് പോലും യഥാർത്ഥത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടിരിക്കുമ്പോഴൊന്നും ഈ പാണ്ടിപ്പാറക്കാർക്ക് ഞങ്ങൾക്ക് ഉൾപ്പെടെ പലർക്കും പാപ്പൻചേട്ടൻ എന്നുള്ള പേരിൽ മാത്രമാണ് വിളിക്കുകയും അറിയപ്പെടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. MG യൂണിവേഴ്സിറ്റി റാങ്ക് ജേതാക്കളെയും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും യോഗത്തിൽ മൊമന്റോയും ക്യാഷ് അവാർഡും നൽകി അനുമോദിച്ചു. ക്ഷീരസംഘം പ്രസിഡന്റ് സോണി ചൊള്ളാമടം അധ്യക്ഷനായിരുന്നു. പാണ്ടിപ്പാറ സെന്റ് ജോസഫ് ഇടവക വികാരി ഫാദർ ജോർജ് കരിന്തയിൽ വിശിഷ്ട വ്യക്തികളെ ആദരിച്ചു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റിൻഡാമോൾ വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗം ഷൈനി മാവേലിൽ, സെന്റ് ജോസഫ് UP സ്കൂൾ ഹെഡ്മിസ്ട്രസ് ആൻസി തോമസ്, കേരള ഫിറ്റ്സ് ഏരിയ മാനേജർ S വസന്ത, DEO ജാൻസി ജോൺ, ഹെൽത്ത് ഇൻസ്പെക്ടർ സച്ചിൻ, ബിനോയ് കണ്ണാട്ടുകുന്നൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കേരള ഫിറ്റ്സിന്റെയും ക്ഷീരവികസന വകുപ്പിന്റെയും നേതൃത്വത്തിൽ ക്ഷീരസമ്പർക്ക പരിപാടിയും സെമിനാറും നടന്നു. കൂടാതെ കാമാക്ഷി FHSCയുടെ നേതൃത്വത്തിൽ ജീവിതശൈലി രോഗനിർണയ ക്യാമ്പും ഒരുക്കിയിരുന്നു. അടിമാലി ഗ്രാമപഞ്ചായത്തിനെതിരെ CTU കഴിഞ്ഞ ദിവസം നടത്തിയ സമരത്തിനെതിരെ വിമർശനവുമായി UDF ഭരണസമിതി രംഗത്ത്. സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ഭരണസമിതി ആരോപിച്ചു. പഞ്ചായത്ത് നടത്തുന്ന വിവിധ വികസന പ്രവർത്തനങ്ങൾ കണ്ട് വിറളി പൂണ്ടവരാണ് സമരത്തിന് നേതൃത്വം നൽകുന്നത്. നാടിനായി വേണ്ടുന്ന വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വ്യക്തമാക്കി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അടിമാലി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ CITU പഞ്ചായത്ത് ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചതിന് പിന്നാലെയാണ് സമരത്തിനെതിരെ വിമർശനവുമായി പഞ്ചായത്ത് ഭരണസമിതി രംഗത്തെത്തിയത്. സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം ബാബു P. കുര്യാക്കോസ് പറഞ്ഞു. അടിമാലി ബസ് സ്റ്റാൻഡിന്റെ അറ്റകുറ്റപ്പണികൾക്കായി പഞ്ചായത്ത് തുക വകയിരുത്തിയിട്ടുണ്ടെന്നിരിക്കെ ഇപ്പോൾ നടക്കുന്ന സമരം രാഷ്ട്രീയ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണെന്നും UDF ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ആരോപിച്ചു. ഈ സമരം പ്രധാനമായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് അടിമാലി ബസ് സ്റ്റാൻഡിൽ കുഴികളാണ് എന്നാണ് അവകാശപ്പെട്ട സമരം നടത്തുന്നത്. ഇത് 2 ലക്ഷം രൂപ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് ഞങ്ങൾ വെച്ചിട്ടുള്ളത്. ഈ മഴ മാറിയാൽ, ഈ മഴയുള്ളതുകൊണ്ടാണ് കോൺക്രീറ്റ് ചെയ്യാൻ പറ്റാത്തത്, ആ മഴ മാറിയാൽ ഉടനെ തന്നെ അതിൻ്റെ നടപടികളായി മുമ്പോട്ട് പോകും. താൽക്കാലികമായ കുഴികളെല്ലാം അടച്ചു കൊടുത്തിട്ടുണ്ട്.
പക്ഷേ CPM-നെ സംബന്ധിച്ച് UDF ഭരണം ഒരു വലിയ സംഭവമായി മാറി എന്ന് തോന്നിയപ്പോൾ ആണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക്, പ്രത്യേകിച്ച് CPM-ന് ആളുകൾക്ക് ഇത് അവരുടെ രാഷ്ട്രീയ പ്രേരിതമായി അവർ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് നടത്തുന്ന ഒരു പ്രചരണം മാത്രമായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. അടിമാലി ടൗണിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കുക, അടിമാലി ബസ് സ്റ്റാൻഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുക, ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി വിളിച്ചു ചേർക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു CITUവിന്റെ നേതൃത്വത്തിൽ അടിമാലി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. BJP ഏലപ്പാറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപ്പുതറയിൽ യോഗാ ദിനാചരണവും ക്ലാസും നടന്നു. ജില്ലാ ജനറൽ സെക്രട്ടറി C. സന്തോഷ് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായിട്ടാണ് BJP ഏലപ്പാറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അയ്യപ്പൻകോവിൽ ഉപ്പുതറ മേഖലകളിലെ BJP പ്രവർത്തകരെ ഒരുമിച്ച യോഗാ ദിനാചരണം സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഭാഗമായി നിത്യജീവിതത്തിൽ യോഗയുടെ പ്രാധാന്യത്തെപ്പറ്റി ക്ലാസും നടന്നു. BJP ജില്ലാ ജനറൽ സെക്രട്ടറി C. സന്തോഷ് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഇതിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് നമ്മുടെ ഭാരതത്തിലാണെങ്കിലും ഏറ്റവും അധികം ഇത് ഈ യോഗ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ യോഗ നടത്തുന്നത് മറ്റു രാജ്യങ്ങളിലാണ്. ഇന്ന് യോഗ എന്ന് പറയുന്നത് യോഗം എന്ന വാക്കിൽ നിന്നുമാണ് യോഗ ഉത്ഭവിച്ചിരിക്കുന്നത്. അതിന് കൂടിച്ചേരൽ, ഒത്തുചേരൽ, സംയോജിക്കൽ എന്നീ വിവിധ അർത്ഥങ്ങൾ ഈ യോഗം എന്ന വാക്കിനുണ്ട്. അതിൽ നിന്നുമാണ് യോഗ എന്ന ഇത് ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, ഇത് നാലായി തരംതിരിക്കപ്പെട്ടിട്ടുണ്ട്. രാജയോഗം, കർമ്മയോഗം, ജ്ഞാനയോഗം, അതുപോലെ തന്നെ ഭക്തിയോഗം എന്നിങ്ങനെ നാലായി ഇതിനെ തരംതിരിക്കപ്പെട്ടിട്ടുണ്ട്. 10,000 വർഷത്തിലധികമായി ഇതിന് പാരമ്പര്യം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. രാഷ്ട്രീയ സ്വയംസേവക സംഘം ഏലപ്പാറ ഖണ്ഡ് CK സന്തോഷ് യോഗ ക്ലാസ് നയിച്ചു. സന്തോഷ് കൃഷ്ണൻ, KD അനീഷ്, ബിനോജ് കുമാർ, K. വിജയകുമാർ, സജിൻ ഉണ്ണികൃഷ്ണൻ, MT വിജയൻ, KK രാജപ്പൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കാഞ്ചാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ യോഗാ ദിനാചരണം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായാണ് കാഞ്ചിയാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ യോഗാ ദിനാചരണം നടന്നത്. ലോക ഐക്യത്തിനും ഏകാരോഗ്യത്തിനും യോഗ, മനസ്സിനും ശരീരത്തിനും ഉണർവും ഉന്മേഷവും യോഗ ദിനചര്യയാക്കാം എന്ന മഹത്തായ സന്ദേശമാണ് ഇത്തവണത്തെ യോഗാ ദിനത്തിൽ നൽകിയത്. ഗ്രാമപഞ്ചായത്ത് അംഗം സന്ധ്യ ജയൻ അധ്യക്ഷത വഹിച്ച യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. യോഗാദിനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആരോഗ്യത്തിന്, നമ്മുടെ മനസ്സിന്, അങ്ങനെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയാണ് വിളിക്കുന്നത്. നമുക്കറിയാം, മാനസികമായിട്ട് എന്ത് ഗുണം കിട്ടുമെന്ന് ചോദിച്ചാൽ നമ്മളാണെങ്കിലും ചില കാര്യങ്ങൾ പറയുമ്പോഴേ ഞാൻ മനസ്സോടെ കൊടുത്തു, അല്ലേ, എന്തെങ്കിലും ഒരു കാര്യം കൊടുത്തപ്പോൾ എനിക്ക് മനസ്സായിട്ടല്ല കൊടുത്തത് എന്ന് പറയുമ്പോൾ നമുക്കവിടെ മാനസികമായിട്ടൊരു ചിന്ത വരുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ഈ യോഗ ചെയ്യുമ്പോൾ നമുക്ക് ശരീരത്തിനും മാത്രമല്ല മാനസികമായ ഗുണങ്ങളും കൂടെ കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് യോഗ ചെയ്യുമ്പോൾ കുറേ നമുക്ക് കാര്യങ്ങളിൽ ആത്മസംയമനം പാലിക്കാൻ പറ്റുന്നത്, നല്ല ചിന്തകൾ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ലോകം ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നത്. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തങ്കമണി സുരേന്ദ്രൻ യോഗാദിന സന്ദേശം നൽകി. ഹെൽത്ത് ഇൻസ്പെക്ടർ സന്തോഷ് ശർമ്മ, അനീഷ് ജോസഫ്, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടിജു ജോസഫ് എന്നിവർ സംസാരിച്ചു. യോഗ ട്രെയിനർ റൂച്ചി ദിവസവും യോഗ ചെയ്യുന്നതിന്റെ ഗുണങ്ങളെപ്പറ്റി വിശദീകരിക്കുകയും യോഗ ക്ലാസ്സിന് നേതൃത്വം നൽകുകയും ചെയ്തു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാർ, ഫാർമസിസ്റ്റ്, സ്റ്റാഫ് നഴ്സ്, ഓഫീസ് സ്റ്റാഫ്, മറ്റ് ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. വരും ദിവസങ്ങളിൽ കാഞ്ചിയാർ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും യോഗാ പരിശീലനവും ബോധവൽക്കരണവും സംഘടിപ്പിക്കുവാനും തീരുമാനിച്ചു. കുട്ടിക്കാനം IHRD കോളേജിൽ അന്താരാഷ്ട്ര യോഗാ ദിനാചരണം നടന്നു. കോളേജ് പ്രിൻസിപ്പൽ സതീഷ് വർഗീസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. യോഗ കേവലം ശാരീരികക്ഷമതയ്ക്കുള്ള വ്യായാമമുറ മാത്രമല്ല, അതിലുപരി മനസ്സിന്റെയും ആത്മാവിന്റെയും സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനും അതുവഴി സമ്മർദ്ദരഹിത ജീവിതക്രമം സാധ്യമാക്കുന്നതിനും സഹായകമാണെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ യോഗ പരിശീലകൻ VP സുരേഷ് വിദ്യാർത്ഥികൾക്കായി അടിസ്ഥാന പരിശീലന ക്ലാസ് നയിച്ചു. NSS NCC യൂണിറ്റുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ NSS പ്രോഗ്രാം ഓഫീസർമാരായ സുനീഷ് കുമാർ C, സുകന്യമോൾ, NCC ഓഫീസർ വിജയ്ജിത്ത്, അസിസ്റ്റന്റ് പ്രൊഫസർ ലക്ഷ്മി S നായർ എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികസനം മുൻനിർത്തി ക്രമമായ യോഗ പരിശീലന സംവിധാനം ക്യാമ്പസിൽ ഏർപ്പെടുത്തുന്നതിനായി ക്രമീകരണങ്ങൾ ഒരുക്കുമെന്ന് അധികൃതർ അറിയിച്ചു. മർച്ചന്റ് യൂത്ത് വിങ് കട്ടപ്പന യൂണിറ്റിന്റെയും ICPF-ന്റെയും ആഭിമുഖ്യത്തിൽ കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു. മർച്ചന്റ് അസോസിയേഷൻ വർക്കിംഗ് പ്രസിഡന്റ് സിജോമോൻ ജോസ് ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന മർച്ചന്റ്സ് അസോസിയേഷൻ ഹാളിൽ വെച്ചാണ് കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചത്. 100ഓളം കുട്ടികൾ
ക്ലാസിൽ പങ്കെടുത്തു. മർച്ചന്റ് അസോസിയേഷൻ വർക്കിംഗ് പ്രസിഡന്റ് സിജോ മോൻ ജോസ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസം വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമുക്കൊരു മേഖലയിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. അത് ബിസിനസ് ആണെങ്കിലും അല്ലാതെ ഏത് ഒരു ചെറിയ സംരംഭമാണെങ്കിൽ പോലും നമുക്കൊരിക്കലും നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസവും നല്ല രീതിയിലുള്ള കാര്യങ്ങളും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒത്തിരി ഒരു ഉദാഹരണം കൂടെ പറഞ്ഞു, ഒത്തിരി വിഷമിക്കുന്ന കാര്യമാണ്. കമ്പ്യൂട്ടർ വിഷയം ബികോമിന് പഠിക്കുമ്പോൾ ആ കമ്പ്യൂട്ടർ പഠിക്കാനായിട്ടുള്ള ടൈമിൽ നമ്മൾ പോകാതെ ക്രിക്കറ്റും കളിച്ച് നമ്മൾ പോയതിൻ്റെ ബുദ്ധിമുട്ട് ഇന്നും എൻ്റെ ജീവിതത്തിലുണ്ട്. കാരണം ഞാനൊരു വ്യവസായി അല്ലെങ്കിൽ ബിസിനസ്സുകാരനായപ്പോൾ കമ്പ്യൂട്ടർ എന്താണെന്ന് പഠിച്ചു വരുന്ന സമയത്ത് പഠിക്കാത്തത് കൊണ്ട് ഞാൻ ഒരുപാട് പരാജയപ്പെട്ടയാളാണ്. തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മൾക്കുള്ള ഓരോ സമയവും വളരെ വിലപ്പെട്ടതാണ്. ആ വിലപ്പെട്ട സമയത്ത് നമ്മൾ ആ സമയം കളയാതെ തന്നെ നമ്മളുടെ ജീവിത മേഖലയിൽ ഇപ്പോൾ ഉള്ള ടൈമിൽ നമ്മൾ വൃത്തിയായിട്ടും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് സമൂഹത്തിന് മാതൃകയായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ടുള്ള ജീവിതം നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉണ്ടാകട്ടെ. കേരള മൈനോറിറ്റി വിഭാഗം കരിയർ സ്പെഷ്യലിസ്റ്റ് ട്രെയിനർ അജി ജോർജ് ക്ലാസ് നയിച്ചു. ICPF ഇടുക്കി ജില്ലാ കോർഡിനേറ്റർ സ്റ്റുലിൻ ഷാജി അധ്യക്ഷനായിരുന്നു. മർച്ചന്റ് അസോസിയേഷൻ യൂത്ത് വിംഗ് പ്രസിഡന്റ് ഷിയാസ് AK, സെക്രട്ടറി അജിത് സുകുമാരൻ, ട്രഷറർ ശ്രീധർ ഭാരത്, PRO അനിൽ പുനർജിനി, ജസ്റ്റിൻ സണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. കേരള കർഷക സംഘം കട്ടപ്പന സാഗര യൂണിറ്റ് സമ്മേളനം നടന്നു. കർഷക സംഘം ഏരിയ സെക്രട്ടറി KN വിനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന പാർട്ടി പ്രവർത്തകൻ PG സുധാകരൻ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. തുടർന്ന് നടന്ന യോഗത്തിൽ യൂണിറ്റ് സെക്രട്ടറി TG ഡാർലി റിപ്പോർട്ട് അവതരിപ്പിച്ചു. കർഷക സംഘം ഏരിയ സെക്രട്ടറി KN വിനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെയുള്ള സമരം നടക്കുമ്പോൾ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യ വിട്ടു പോകണം എന്ന് മാത്രമാണ് മറ്റുള്ള സംഘടനകൾ പറഞ്ഞുവെങ്കിൽ നമുക്ക് രണ്ട് മുദ്രാവാക്യമായിരുന്നുള്ളത്. ഒന്ന്, ഇവിടുത്തെ ഭൂപ്രഭുക്കന്മാരിൽ നിന്നും കർഷകരെയും കർഷക തൊഴിലാളികളെ അടക്കമുള്ളവരെ സംരക്ഷിക്കണമെന്നും ഇവിടുത്തെ മാന്യമായി ജീവിക്കാൻ വേണ്ടി നമുക്ക് ഭൂമി വേണമെന്നും ഇവിടുത്തെ ഭൂമി ഉള്ള പാട്ടം അടക്കമുള്ള കാര്യങ്ങളിൽ നമുക്ക് ഇളവ് നൽകണമെന്നും അതുപോലെ തന്നെ ഇവിടെ ആ കാലഘട്ടത്തിൽ തന്നെയാണ് വലിയ പട്ടിണി, രണ്ടാം ലോകമഹായുദ്ധകാലത്തിൻ്റെ ശേഷമുള്ള വലിയ പട്ടിണി ലോകത്ത് ആഗമനം വന്നതിൻ്റെ ഭാഗമായിട്ട് ഈ മേഖലയിൽ നമ്മുടെ കേരളത്തിലും ഇത് വരികയുണ്ടായി. അപ്പോൾ ആ സമയത്തൊന്നും നമ്മൾ ഈ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരങ്ങളിൽ രണ്ട് മുദ്രാവാക്യങ്ങൾ ഒരുമിച്ച് കൊണ്ടുവന്ന മഹത്തായ പ്രസ്ഥാനമാണ് കർഷക സംഘം. സിജോ ജോൺ, EP രവീന്ദ്രൻ, EK ശശി തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തോടനുബന്ധിച്ച് വിവിധ ഇനങ്ങളിലുള്ള പച്ചക്കറി വിത്തുകളുടെ വിതരണവും നടന്നു. ജൂനിയർ ചേംബർ ഇന്റർനാഷണലിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന JC's ചേംബർ ഓഫ് കൊമേഴ്സ് എന്ന ഉപസംഘടനയ്ക്ക് ഈ മാസം 24-ന് അണക്കരയിൽ തുടക്കം കുറിക്കും. വ്യാപാര മേഖലയ്ക്ക് പുതിയ ദിശാബോധം നൽകുന്ന സംഘടനയുടെ ഉദ്ഘാടനം ദേശീയ വൈസ് ചെയർമാൻ ഉണ്ണികൃഷ്ണൻ കർത്ത നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 24-ാം തീയതി വൈകിട്ട് 6:30-ന് അണക്കര ഹോട്ടൽ സ്പൈസ് ഗ്രോവ് ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടക്കുക. ജേക്കോം ദേശീയ വൈസ് ചെയർമാൻ ഉണ്ണികൃഷ്ണൻ കർത്ത ഉദ്ഘാടനം നിർവഹിക്കും. JCI സോൺ 22-ന്റെ പ്രസിഡന്റ് എയ്സ്വിൻ അഗസ്റ്റിൻ, ജേക്കോം സോൺ ചെയർമാൻ ശ്രീനാഥ് എന്നിവർ അതിഥികളായിരിക്കും. JCI അണക്കര സ്പൈസ് വാലി, JCI വെള്ളാരംകുന്ന, JCI തേക്കടി സഹ്യാദ്രി, JCI പുറ്റടി എന്നിവയിലെ ബിസിനസ് രംഗത്തുള്ളവരാണ് ഇതിലെ അംഗങ്ങൾ. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ബിസിനസ് ഗ്രോത്ത് ഓർഗനൈസേഷനാണ് ജേക്കോം. അംഗങ്ങൾക്ക് ബിസിനസ് അവസരങ്ങൾ വികസിപ്പിക്കുക എന്നതാണ് പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം. ജൂനിയർ ചേംബർ ഇന്റർനാഷണലിന്റെ ബിസിനസ് ലെവൽ ഗ്രോത്ത് ഓർഗനൈസേഷനാണ് JC's ചേംബർ ഓഫ് കൊമേഴ്സ് ജേക്കോം. ജേക്കോമിന്റെ ടേബിള് ഓരോ പ്രദേശത്തും പല ചാപ്റ്ററുകൾ കൂടിച്ചേർന്നാണ് നടത്തുന്നത്. 1, 2, 3 ചാപ്റ്ററുകൾ കൂടിച്ചേർന്നാണ് നടത്തുന്നത്. ഇതിൽ അംഗങ്ങളാകുന്ന 60ഓളം മെമ്പർമാർക്കാണ് ഒരു ടേബിളിൽ അംഗമാകാൻ പറ്റുക. ഒരു ബിസിനസ് കാറ്റഗറിയിൽ നിന്നും ഒരാൾക്ക് മാത്രമേ ഈ ടേബിളിൽ അംഗമാകാൻ പറ്റുകയുള്ളൂ. സെറമണിയിലെ ജേക്കബിൻ്റെ ഇതിലെ അംഗങ്ങൾ അവരുടെ വിത്ത് ഫാമിലിയാണ് പങ്കെടുക്കുന്നത്. അതുപോലെ ജേക്കബിൻ്റെ ഈ മീറ്റിങ്ങിൽ നമ്മുടെ ഈ പ്രദേശത്തുള്ള ഈ ടേബിളോട് കൂടി തന്നെ അടുത്ത പ്രദേശത്തുള്ള ടേബിളുമായിട്ടുള്ള ജോയിൻറ്റ് മീറ്റിങ്ങുകൾ ഉണ്ടാവും. അത് ഓൾ കേരള, ഓൾ ഇന്ത്യ, ഏഷ്യ കോൺഗ്രസ് അല്ലെങ്കിൽ വേൾഡ് കോൺഗ്രസ് എന്നീ ലെവലിലേക്കാണ് അടുത്ത സ്റ്റേജ് ഇത് പോകുന്നത്. ബിസിനസ് രംഗത്ത് ദൈനംദിനം വരുന്ന വ്യതിയാനങ്ങൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കി അതിനനുസരിച്ച് വളരെ ക്രിയാത്മകമായി പ്രതികരിക്കുവാൻ ജേക്കോം നമ്മളെ സഹായിക്കുന്നു.
നമ്മൾ ജേക്കോബ് മെമ്പേഴ്സിന് കൊടുക്കുന്ന ഒരു ലീഡിന് കണക്റ്റ് എന്നും അത് കറൻസി ആയി മാറുകയാണെങ്കിൽ അതിൽ പേയ്മെന്റ് ആയിട്ട് മാറുകയാണെങ്കിൽ അതിനെ ജീനോട്ടെന്നും പറയുന്നു. വൈകിട്ട് 6:30 അണക്കര സ്പൈസ് ഹോളിൽ വെച്ചാണ് ഇതിൻ്റെ ആദ്യത്തെ ഉദ്ഘാടനം നടക്കുന്നത്. അന്ന് വൈകിട്ട് 6 മണിക്ക് തുടങ്ങുന്ന ഉദ്ഘാടനത്തിൽ ചീഫ് ഗസ്റ്റായിട്ട് വരുന്നത് ഉണ്ണികൃഷ്ണൻ കർത്ത, പഴയ മുൻപുണ്ടായിരുന്ന നാഷണൽ JCയുടെ ലീഡറാണ്. ഇപ്പോൾ അദ്ദേഹം നാഷണൽ വൈസ് ചെയർമാനാണ്, ജേക്കോബിൻ്റെ നാഷണൽ വൈസ് ചെയർമാനാണ്. ഇതിൻ്റെ എല്ലാ ആഴ്ചയിലും മീറ്റിംഗ് ഉണ്ടായിരിക്കും. പിന്നെ ഇതിനകത്ത് കൂടുതൽ അംഗങ്ങൾക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഒരു കാറ്റഗറിയിൽ ഒരാളെ മാത്രമേ ഉൾപ്പെടുത്തുന്നുള്ളൂ. ഷിജോ സക്കറിയ, നിർദ്ദിഷ്ട ചെയർമാൻ ടോമിച്ചൻ കോഴിമല, ഭാരവാഹികളായ ആർ ഷ്റൂബി, ഡേവിസ് തോമസ്, ഡോക്ടർ പ്രിൻസ്, സാബൂസ് കറിയ, ബിജു മുക്കേൽ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകും. കട്ടപ്പന കോമ്പറ്റീറ്റർ എഡ്യൂകോർ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ നവീകരിക്കപ്പെട്ട ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. PSC കോച്ചിംഗ് രംഗത്ത് കഴിഞ്ഞ 25 വർഷമായി പ്രവർത്തിക്കുന്ന കോമ്പറ്റീറ്റർ എഡ്യൂകോർ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ നവീകരിച്ച ഓഫീസ് മന്ദിരത്തിന്റെയും സ്കൂൾ ട്യൂഷൻ സെന്ററിന്റെയും ഉദ്ഘാടനമാണ് നടന്നത്. കോമ്പറ്റീറ്റർ കട്ടപ്പന സെന്റർ ഡയറക്ടർ BM രവീന്ദ്രൻ നായർ അധ്യക്ഷനായിരുന്നു. കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം നിർവഹിച്ചു. എങ്ങനെ ഒരു ഗവൺമെൻറ് ജോലി മക്കൾക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ള ഒരു ബോധ്യത്തോടെയാണ് മക്കളെ പഠിപ്പിച്ച് വളർത്തിക്കൊണ്ടുവരുന്നത്. പക്ഷേ ഹൈറേഞ്ചിലെ മാതാപിതാക്കൾ ഒരു കുഞ്ഞിനെ എങ്ങനെ കൃഷിക്കാരനാക്കാം എന്നായിരുന്നു നേരത്തെ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അതിൽ നിന്നൊക്കെ മാറ്റം വന്ന് ഇന്നിപ്പോൾ എൻ്റെ ഒരു കുട്ടി ഉണ്ടെങ്കിൽ എങ്ങനെ ഗവൺമെൻറ് ജോലി നേടിയെടുക്കാം, അല്ലെങ്കിൽ എങ്ങനെ എൻ്റെ കുട്ടിയെ നല്ലൊരു ജോലിക്കാരനാക്കാം എന്നാണ് ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ മാതാപിതാക്കൾ നോക്കുന്നത്. ജില്ലയിലെ ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളെ സർക്കാർ സർവീസിൽ പ്രവേശിപ്പിക്കാൻ സഹായിച്ച സ്ഥാപനമാണ് കോമ്പറ്റീറ്റർ. ചടങ്ങിൽ സമീപകാല റാങ്ക് ജേതാക്കളെ നഗരസഭാ കൗൺസിലർ ജാൻസി ബേബി അനുമോദിച്ചു. കോമ്പറ്റീറ്റർ അക്കാദമിക് വിഭാഗം ഡയറക്ടർ മഹേഷ് മോഹൻ, അക്കൗണ്ട്സ് ഹെഡ് സൂരജ് മാത്യു, സ്കൂൾ ഓഫ് മ്യൂസിക് ആൻഡ് ട്യൂഷൻ സെഷൻ ഇൻചാർജ് രാഖ സുധ സന്തോഷ്, സെന്റർ ഇൻചാർജ് സുബി അനിൽ എന്നിവരും അധ്യാപകരും ഉദ്യോഗാർത്ഥികളും പരിപാടിയിൽ പങ്കെടുത്തു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. സാമുദായിക ചട്ടക്കൂടുകളെ പൊളിച്ചെഴുതി ഫാഷൻ റാമ്പുകളിൽ ചുവടുറപ്പിക്കുകയാണ് ആദിവാസി വിഭാഗത്തിൽ നിന്നൊരു പെൺകുട്ടി. കാന്തല്ലൂർ കുളച്ചിവയൽക്കുടിയിലെ സുധാലക്ഷ്മി ഫാഷൻ റാമ്പുകളിൽ തരംഗമാവുകയാണ്. തൻ്റെ സമുദായത്തിലെ പുതുതലമുറയുടെ ഉന്നമനം കൂടിയാണ് സുധാലക്ഷ്മി സ്വപ്നം കാണുന്നത്. അഴകിന്റെ ലോകത്തെ കാണാദൂരങ്ങൾ ലക്ഷ്യമാക്കിയാണ് സുധാലക്ഷ്മിയുടെ നടത്തം. ഇതുവരെ ഈ പെൺകുട്ടി സ്വന്തമാക്കിയതെല്ലാം പകരം വയ്ക്കാനാവാത്ത നേട്ടങ്ങളാണ്. തൻ്റെ ചുറ്റുമുള്ള ആരും എത്തിപ്പിടിക്കാത്ത വലിയ നേട്ടങ്ങൾ. ഇന്നും മറ്റു വിഭാഗം ആളുകളെ കണ്ടാൽ ഓടിമറയുന്ന ആദിവാസി വിഭാഗമായ മുതുവാൻ സമുദായ അംഗമാണ് സുധാലക്ഷ്മി. കുളച്ചിവയൽക്കുടിയിൽ നിന്നും ആദ്യമായി +2 വിദ്യാഭ്യാസം നേടിയ പെൺകുട്ടി. വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാനുള്ള ആഗ്രഹമാണ് ഫാഷൻ രംഗത്തേക്ക് സുധാലക്ഷ്മിയെ എത്തിച്ചത്. ഇതിലേക്ക് ഞാൻ ആദ്യമായിട്ട് എത്തിയത് എനിക്ക് ക്ലിയർ ആയിട്ടൊന്നും അറിയത്തില്ലായിരുന്നു. നമ്മുടെ STയിൽ പെട്ട ഒരു സാറായിരുന്നു, MRSC പഠിപ്പിക്കുന്ന അരുൺ സാറായിരുന്നു നമുക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞത്. സുധ ഇങ്ങനെ ഒരു ബ്യൂട്ടി കോമ്പറ്റീഷൻ ഉണ്ട്, അതിൽ പങ്കെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ താല്പര്യം ആദ്യമായിട്ട് ഇല്ലായിരുന്നു. എന്നിട്ട് ഓക്കെ സാറേ, ഓക്കെ ഞാൻ പങ്കെടുക്കാന്നൊക്കെ പറഞ്ഞപ്പം പുള്ളിക്കാരൻ നമ്മുടെ ധന്യരാമൻ മാഡത്തിനെ വിളിപ്പിക്കാനായിട്ട് നമ്പർ തന്നു. പിന്നെ ധന്യ മാഡത്തിനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചു. കുറേ മോട്ടിവേഷനൊക്കെ തന്നു ധന്യരാം മാഡം. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒന്നും മോഡലിംഗ് ഒന്നും അറിയത്തില്ല, ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഇതിൽ പോകുന്നത്.
എനിക്ക് ട്രെയിനിങ്ങോ ഒന്നുമില്ല, അറിയത്തില്ല. എനിക്ക് നടക്കുമ്പോൾ സംസാരിക്കുമ്പോൾ ലാംഗ്വേജിൽ ഇച്ചിരി ഡിഫറെൻ്റ് ഉള്ള ഒരു ലാംഗ്വേജാണ്. ഇതിൽ നിന്ന് പുറത്ത് വരുന്ന വെച്ചാൽ ഭയങ്കര പാടുള്ള ഒരു കാര്യം കൂടിയാണ്. എന്നാലും എനിക്കായിട്ട് ഇങ്ങനെ എന്നെ സെലക്ട് ചെയ്ത അറോറ ഫിലിം ടീമിന് ഒരുപാട് നന്ദിയുണ്ട്. എനിക്ക് ഇവിടെ നിന്ന് ഞങ്ങളുടെ കുട്ടികളും കൊണ്ട് മുമ്പോട്ട് വരണം, അതാണ് എൻ്റെ ഒരു ലക്ഷ്യം. പ്രമുഖ ഫിലിം കമ്പനിയായ അറോറ കൊച്ചിയിൽ ഒരുക്കുന്ന മിസ് കേരള ഫോറസ്റ്റ് ഗോഡ്സ് ഫാഷൻ ആൻഡ് ഫിറ്റ്നസ് മത്സരത്തിൽ അവസാന റൗണ്ടിൽ ഇടം പിടിച്ചിരിക്കുകയാണ് സുധാലക്ഷ്മി. 29 വയസ്സായിട്ടും വിവാഹം കഴിക്കാത്തതിന്റെ പേരിൽ സമുദായത്തിൽ നിന്ന് ഉയർന്ന പഴികൾ മുതൽ ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ചാണ് സുധാലക്ഷ്മിയുടെ പോരാട്ടം. +2 ശേഷം നഴ്സിംഗ് പഠനത്തിനും മോഡലിംഗിനുമൊക്കെ സുധയ്ക്ക് താങ്ങായും തണലായും കുടുംബം ഒപ്പം നിന്നു. സാമുദായിക ചട്ടക്കൂടുകളിൽ നിന്നുള്ള മോചനം കൂടിയാണ് സുധാലക്ഷ്മിക്ക് മോഡലിംഗ്. കുളച്ചിവേലിലെ സുന്ദരഭൂമിയിൽ നിന്നും ഫാഷൻ റാമ്പിലെത്തി തരംഗം തീർക്കുമ്പോൾ ഒളിഞ്ഞിരുന്ന് കാണുന്ന തങ്ങളുടെ ഇളം തലമുറയെങ്കിലും സ്വപ്നങ്ങളുടെ ചിറകിലേറി പറക്കട്ടെയെന്ന് സുധാലക്ഷ്മി പ്രത്യാശിക്കുന്നു. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. കുമളി സ്പൈസ്മോർ ട്രേഡിംഗ് കമ്പനി ഏലക്ക ലേല വിവരം. ആകെ ലോട്ട് 147, വിൽപ്പനയ്ക്ക് വന്നത് 33,741, വിൽപ്പന നടന്നത് 30,740. കൂടിയ വില 3,400, ശരാശരി വില 2,476. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 650 രൂപ, ഏലം കൂടിയ വില 2,400, ഏലം ശരാശരി വില 2,000. കാപ്പിപ്പരിപ്പ് 410, ഗ്രാമ്പു 750, കൊക്കോ 80, റബ്ബർ 180. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 9,235 രൂപ, വെള്ളി 120. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചക്കുവള്ളം അണക്കരയിൽ വാഹനാപകടത്തിൽ മരിച്ച 17 വയസ്സുകാരൻ ഷാനറ്റ് ഷൈജുവിന്റെ സംസ്കാരം വൈകുന്നു. സംസ്കാരം വൈകാൻ കാരണം ഏജൻസിയുടെ ചതിയിൽപ്പെട്ട മാതാവ് ജിനുവിൻ ഇതുവരെ വിദേശത്ത് നിന്ന് മടങ്ങാനാവാത്തത്. ജിനുവിനെ നാട്ടിലേക്ക് തിരിച്ചെത്തിക്കാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഒന്നും ഫലപ്രാപ്തിയിലെത്തിയിട്ടില്ല. ചിന്നക്കനാൽ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്തു. നടപടി പഞ്ചായത്തിൽ നടപ്പിലാക്കിയ വിവിധ പദ്ധതികളിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന്. കണ്ടെത്തൽ MRPയേക്കാൾ ഉയർന്ന തുകയ്ക്ക് സാധനം വാങ്ങിയതായി ബില്ലുണ്ടാക്കിയെന്ന്. ചതുരംഗപ്പാറയിൽ 60 ലിറ്റർ ചാരായം കണ്ടെത്തിയ കേസിൽ ഒളിവിലായിരുന്ന പ്രതി 10 ലിറ്റർ ചാരായവുമായി പിടിയിൽ. അറസ്റ്റിലായത് ചെമ്മണ്ണാർ സ്വദേശി ചെമ്പേരിൽ ബാബു. കഴിഞ്ഞ ദിവസം 60 ലിറ്റർ ചാരായവും 1000 ലിറ്റർ കോടയും കണ്ടെത്തിയത് ഇയാളുടെ കൂട്ടാളിയായ ചെമ്മണ്ണാർ സ്വദേശി ചുണ്ടങ്ങക്കരയിൽ ബാബുവിന്റെ ഉടമസ്ഥതയിൽ ചതുരംഗപ്പാറയിലുള്ള ഭൂമിയിൽ നിന്ന്. ഭാരതാംബ വിവാദം CPMന്റെ തട്ടിപ്പെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. RSS ഗവർണർമാർക്ക് ചായ സൽക്കാരം നടത്തിയത് മുഖ്യമന്ത്രി. കുടുംബത്തെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി കേരളത്തിന്റെ മതേതര പാരമ്പര്യത്തെ ഹോമിക്കുകയാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.